നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷൻ. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നമ്മൾ കാത്തിരുന്ന ക്ഷേമ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് 2 പെൻഷൻ ഗഡുക്കൾ 3200 രൂപ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ ഇന്ന് രാവിലെ മുതൽ കൈമാറിയിരുന്നു. ആനുകൂല്യം പലരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് 3200 രൂപ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവർക്ക് അത് കുറഞ്ഞാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. 200 കുറഞ്ഞവരുണ്ട്, 300 കുറഞ്ഞവരുണ്ട്, 500 കുറഞ്ഞവരുണ്ട്. അത് ഒരു പെൻഷൻ ഗഡുവിൽ 1600 രൂപയിലാണ് ഇത്രയും തുക കുറഞ്ഞിട്ടുള്ളത്. 2 മാസത്തെ തുക വരുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയോളം കുറവ് വന്നിട്ടുള്ളവരുണ്ട്. അങ്ങനെ വരുന്ന തുക 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അക്കൗണ്ടിലേക്ക് നൽകുന്നതിന് വേണ്ട ക്രമീകരണവും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി ചിലർക്ക് 1600 രൂപ മാത്രമാണ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളത്. അതായത് ഒരു പെൻഷൻ ഗഡു മാത്രം. 2 ഗഡു ലഭിക്കേണ്ട സ്ഥാനത്താണ് 1 ഗഡു മാത്രമായിട്ട് ലഭിച്ചിട്ടുള്ളത്. അവരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ട്രാൻസാക്ഷൻ്റെ സമയത്ത് വരുന്ന ചില പിശകുകൾ മാത്രമാണ്. അത് പരിഹരിച്ച് വളരെ വേഗം തന്നെ ബാക്കി തുക കൂടി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഈ മാസം ഇനി പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ഗുണഭോക്താക്കൾക്കെല്ലാം അത് 100 പ്രവൃത്തികൾ കഴിഞ്ഞ വർഷം പൂർത്തീകരിച്ചവർക്കാണ് 1000 രൂപ വീതം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മളുടെ സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗങ്ങളിലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 500,000 മുകളിലുള്ള ഗുണഭോക്താക്കൾക്ക് 1000 രൂപ കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഇവിടെ സാമ്പത്തിക സഹായം വിതരണം ചെയ്യുന്നത്. അത് ഉദ്യോഗസ്ഥർ കൈമാറുകയും ചെയ്യും. 1000 രൂപ വീതമാണ് അവർക്ക് അർഹതയുണ്ടായിരിക്കുക. സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രായത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാണ് ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്നത്. 5,55,00,000 രൂപ ഇതിനുവേണ്ടിയും ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷനെ സംബന്ധിച്ചാണ്. നമ്മളുടെ സംസ്ഥാനത്ത് 7 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ആനുകൂല്യം 2 ഘട്ടമായിട്ട് ലഭിക്കുന്നത്. 1600 മുഴുവൻ തുകയായിട്ട് എത്തിച്ചേരുകയില്ല. അത് 1300 ലഭിക്കുന്നവരുണ്ട്, 1100 ലഭിക്കുന്നവരുണ്ട്. ബാക്കി തുക കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. അപ്പോൾ ഈ ആനുകൂല്യം സംസ്ഥാന സർക്കാർ അനുവദിച്ച ശേഷം കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നതിന് വേണ്ടി, കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി അത് കൊടുക്കുകയാണ് പതിവ്. അതിനുശേഷം നിശ്ചിത മാസങ്ങളിലെ ഒരുമിച്ച് ബില്ലുകൾ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ തിരികെ വാങ്ങുന്ന രീതിയാണ്. അപ്പോൾ ഈ വിതരണം 1-2 ദിവസം ഏതായാലും താമസിക്കും. അത് കൃത്യമായിട്ട് ക്ഷമയുടെ ഗുണഭോക്താക്കൾ ഇതിനോട് സഹകരിക്കണം. ഒരാഴ്ച വരെയൊക്കെ താമസമെടുത്തും ചിലരുടെ അക്കൗണ്ടിൽ കയറുന്ന പതിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ 3 സ്കീമിൽ ഉൾപ്പെടുന്ന ചില ഗുണഭോക്താക്കൾക്ക് 7 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ്. അത് അവരുടെ പ്രായത്തിൻ്റെയും അതോടൊപ്പം തന്നെ മുൻഗണനയുടെയും അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെയുള്ള ചില ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ലഭിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു തടസ്സം നേരിടുന്നത്. അത് 1-2 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലോ പരിഹരിക്കുന്നതായിരിക്കും. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, 2024 ഓണാഘോഷ പരിപാടികളുടെ നമ്മുടെ സ്കൂൾ അതോടൊപ്പം തന്നെ കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓണാവധിക്ക് അടയ്ക്കും. നാളെ സെപ്റ്റംബർ മാസം 13-ാം തീയതിയാണ് വിദ്യാലയങ്ങൾ അടയ്ക്കുന്നത്. അതിനുശേഷം ഓണാവധിക്ക് ശേഷം സെപ്റ്റംബർ മാസം 23-ാം തീയതി സ്കൂളുകൾ തുറക്കുമെന്നാണ് നിലവിൽ അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.